നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിയമസഭയിലേക്കാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കാണ്, നിയമനിർമ്മാണ സഭയാണ്. അവിടുത്തെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രശ്നങ്ങളുണ്ട് വേങ്ങരക്ക്. വേങ്ങരയിലെ ട്രാഫിക് ഒരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആധുനിക കാലത്തെ പുതിയ പഠനങ്ങളോടുകൂടെ അത് പരിശോധിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അത് ഉറപ്പാണ്. അത് വേറെ കാര്യം, അതവിടെ ചെയ്യും. പക്ഷേ ഇന്നലെ സംസാരിച്ച ബഹുമാന്യനായ എൻ്റെ സഹോദരൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് വേറൊരു കാര്യമാണ്. വേങ്ങരയിൽ അദ്ദേഹം കടകളുടെ അസോസിയേഷൻ്റെ എന്തോ ഭാരവാഹിയാണ്. അതുകൊണ്ട് ഇത്ര കടകൾ വേങ്ങരങ്ങാടിയിൽ ഒഴിഞ്ഞു കിടക്കുന്നത് വേങ്ങരയുടെ ട്രാഫിക് കൊണ്ടാണ് എന്ന് പറയുന്നു. സ്വാഭാവികമാണ്, ആ പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തോട്, അത് വേങ്ങരയുടെ പ്രശ്നമാണ്. എൻ്റെ പ്രശ്നം അത് മാത്രമല്ല. ഞാൻ വോട്ട് ചോദിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രശ്നം അത് മാത്രമല്ല. തുറന്നു വച്ച കടകളിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളുടെ വിലയാണ്. തുറക്കാത്ത കടകളുടെ വിഷയമല്ല. തുറന്നു വച്ച സാധനങ്ങളുടെ കടകളിലെ സാധനം കൊടുക്കുന്നത് നിങ്ങൾ എത്ര വിലക്കാണ് നിങ്ങൾക്കറിയോ സഖാക്കളെ? ഈ കഴിഞ്ഞ ഡിസംബറിൽ ഇന്ത്യയിൽ വിലക്കയറ്റമുണ്ടായത് 1.33%. എന്നാൽ കേരളത്തിൽ വില കയറിയത് 9.49%. എന്ന് വെച്ചാൽ വിലക്കയറ്റത്തിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലാണ് കേരളമുള്ളത്. തടുക്കണ്ടേ? 42,000 കോടി പുതിയ കടം ഈ വർഷത്തിൽ മാത്രം നിങ്ങൾ എടുത്തിരിക്കുന്നു. അത് പ്രശ്നമല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല നമ്മൾ പോണത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈ ചത്തുരത്തിൽ മാത്രം കടന്ന് കറങ്ങാനാണോ? അല്ലല്ലോ. അതല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വേങ്ങരയിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. വേങ്ങരയിലെ കുട്ടികൾക്ക് സ്റ്റേഡിയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയണത്, സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന വേങ്ങരക്കാരെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്. വേങ്ങരക്കാരൻ കളിക്കുന്നത് കാണാൻ ആളുകൾ സ്റ്റേഡിയത്തിൽ വരുന്ന ഒരു കായിക ലോകത്തെക്കുറിച്ച് ഉറപ്പ് ഞാൻ പറയുന്നു. കായിക രംഗത്തിൽ ഒരു അക്കാഡമിക്കലായ ഇടപെടൽ വേങ്ങരയിൽ തീർച്ചയായും ഉണ്ടാകും. സ്റ്റേഡിയം അടക്കമുള്ള ഇടത്ത് തീർച്ചയായും അതുണ്ടാകും. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കാരണം സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക കർമ്മത്തിലൊക്കെ ഇടപെടുന്നതിന് അക്കാഡമിക്കലായിട്ട് അതിനെ കൊണ്ടുവരും. ഇവിടെ നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലെ ഒരു സ്ഥാനാർത്ഥിയല്ലേ സംസാരിച്ചത്? ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരുപാട് SC/ST കോളനികളുണ്ട്. അത് വേങ്ങരയുടെ മാത്രം പ്രശ്നമല്ല. ഞാൻ വയനാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ആ SC/ST കോളനികൾ ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ കണ്ടു. എന്താണ് സത്യത്തിൽ അവരുടെ മാനുഷികമായ ജീവിതം നിങ്ങൾക്കറിയോ? ഇവിടെ എല്ലാ സമുദായങ്ങളും നന്നായില്ലേ സഹോദരന്മാരെ? എല്ലാവരും നന്നായില്ലേ? മുസ്ലിങ്ങളിൽ വലിയ നവോത്ഥാന സംരംഭങ്ങൾ നടന്നു. ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടുത്തെ നായർ സമൂഹം, ഈഴവ സമൂഹം എല്ലാവർക്കും രക്ഷപ്പെട്ടു പോയി. ഈ പാവം സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ്? വയനാട്ടിലൊക്കെ പണിയർ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ കൊഴിഞ്ഞു പോവുകയാണ്. ദിവസവും പത്രം വായിക്കുമ്പോൾ നിങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പിടിക്കുന്ന പല ജാതി സമുദായത്തെയും കേൾക്കാം. ആ മയക്കുമരുന്ന് വിൽക്കണില്ല. ആ കൂട്ടത്തിൽ ഒരു ആദിവാസി ദളിത് ആളെങ്ങൾക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ പോലും അവർ സാമൂഹ്യ ദ്രോഹം ചെയ്യുന്നവരല്ല. പക്ഷെ മയക്കുമരുന്നിന് അടിമപ്പെടുന്ന, ജീവിതം തകരുന്ന എത്ര പാവങ്ങൾ അവർക്കിടയിലുണ്ട്. അവരുടെ കോളനിയിൽ നിന്ന് വിളിക്കാൻ പാടില്ല, അത്രേ നഗരെന്ന് വിളിക്കണം എന്നാണ്. എന്ത് പരിഷ്കാരമാണോ ഇത്? അത് വിളിച്ചാൽ തീരുന്ന പ്രശ്നമാണോ ഈ ദളിത് സമൂഹത്തിനുള്ളത്, ആദിവാസി സമൂഹത്തിനുള്ളത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ ഈ നാട്ടിലെ മലപ്പുറത്തിൽ ഈ കാണുന്ന വേങ്ങരയുടെ പുരോഗതിയുടെ ഒക്കെ അടിസ്ഥാനം എന്താ അറിയോ നിങ്ങൾ? ഓരോ കുടുംബത്തിലൊരു പ്രവാസിയുണ്ട്. പ്രവാസം എന്ന് പറയുന്നത് ലോകത്തിലേക്കൊരു കണ്ണു തുറക്കലാണ്. ലോകത്തിൽ നിന്ന് നല്ല കൾച്ചറുകളൊക്കെ വീട്ടിലേക്ക് മലയാളി അത്ര വരട്ടാൻ തുടങ്ങിയത്, മലയാളി ഹദിയ കൊടുക്കാൻ തുടങ്ങിയതൊക്കെ പ്രവാസർക്ക് തന്ന കൾച്ചറാണ്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഏത് കോളനിയിൽ നിന്നാണ് ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഒരു പ്രവാസി ഉള്ളത്? അവർ പണിയെടുക്കാഞ്ഞിട്ടാണോ? എല്ലും മുറിയെ പണിയെടുക്കും. അവർക്കിടയിൽ പ്രവാസി വന്നിട്ടില്ല. ഒരു അത്തറിൻ്റെ മണം ഒരു കോളനിയിൽ നിന്നും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, കോളനികളുടെ നവീകരണം മാത്രമല്ല, അവർക്കിടയിൽ നടക്കേണ്ടുന്ന, കേരളത്തിൽ നടക്കേണ്ടുന്ന ഒരു ജാഗരണ പ്രവർത്തനത്തിന്, ഇവിടുത്തെ ഒരു സോഷ്യൽ
എന്താണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരു സോഷ്യൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഗവൺമെൻറ്റിനോളം വലുതാണ് സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടി ഇടപെടിച്ചുകൊണ്ട് ഈ വേങ്ങരയിലെങ്കിലും കേരളത്തിൽ മുഴുവൻ വരാനിരിക്കുന്ന ഒരു ആദിവാസി മുന്നേറ്റത്തിൻ്റെ വിപ്ലവത്തിന് ചെറിയ തരത്തിലെങ്കിലും തുടക്കം കുറിക്കാൻ നമ്മൾ ഇവിടുത്തെ കോളനികളിൽ ഇടപെടുമെന്നുകൂടെ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാണ്. അവരുടെ പൊതുശ്മശാനത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മളത് പരിഹരിക്കേണ്ടതാണ്. സോഷ്യൽ ജസ്റ്റിസ് ഞാൻ ആദ്യമേ പറയുന്നു, നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ 3 അടയാളം ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് ഹെൽത്ത്, ഒന്ന് എഡ്യൂക്കേഷൻ, ഒന്ന്